എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ ആത്മാവേ പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ വാഴും ആത്മാവേ, ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, നിറയണമേ ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന്, ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരിക്കാം. ഇരുന്ന് ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു എന്നുള്ള അവബോധത്തോടെ ഈശോ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുണ്ട രാത്രി പോലെയാണ് തോന്നുക. അവിടെ ഒന്നുമില്ല. ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആരുണ്ട്? കർത്താവുണ്ട്. ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കാണപ്പെടാത്ത ദൈവം അവിടെയുണ്ട്. ആ ബോധ്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ കാണുക. ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആർക്കും ദൃശ്യമായി കാണാൻ സാധ്യമല്ലല്ലോ. അരൂപിയായ ദൈവം, ആ അരൂപിയായ ദൈവത്തെ നമ്മൾ വിശ്വാസത്തിലൂടെ കാണുന്നു. ഈശോ അവിടെയുണ്ട്, പിതാവ് അവിടെയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ കണ്ണടച്ചു പ്രാർത്ഥിക്കൂ. കണ്ണടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവവുമായിട്ട് ഒരു ലയനത്തിലേക്ക് നമുക്ക് പോകാം. ലയനം. ഈശോയുമായിട്ട് അങ്ങ് ലയിക്കുന്നു, പരിശുദ്ധാത്മാവുമായി ലയിക്കുന്നു. നമ്മളുടെ ഒരാഗ്രഹങ്ങളും അവിടെ പറയണ്ട, സ്നേഹിച്ചാൽ മതി. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ ഈശോയുടെ സ്നേഹവുമായിട്ട് നമ്മളങ്ങ് ഒന്നാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും
ഈശോ ഒപ്പിയെടുക്കുന്നു. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. നിന്നിൽ ഞാനുമേ എന്നിൽ നീ. നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് ലയിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മണവാളൻ മണവാട്ടിയുമായിട്ട് ലയിക്കുന്ന പോലെ ലയിച്ചു ചേർന്ന് ഒരു പെനട്രേറ്റിംഗ് എക്സ്പീരിയൻസ്, തുളച്ച് കയറുന്ന ഒരു അനുഭവമായിരിക്കണം. എന്നൊന്നും കാണാൻ പറ്റുന്നില്ല. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ദൈവം ലയിച്ച് 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 നമ്മളിൽ നിറഞ്ഞ് 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 നമ്മളിലൂടെ ലോകം മുഴുവനിലേക്കും നിറയണം. ഈശോ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിന്റെ പിതാവിനറിയാം നിനക്ക് എന്താണ് വേണ്ടതെന്ന്. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിന്റെ പിതാവിനറിയാം നിനക്കെന്താണ് വേണ്ടതെന്ന്. ഓ പിതാവേ, അതെനിക്ക് തരണേ, എനിക്കത് മതി. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിന്റെ പിതാവിനറിയാം നിനക്കെന്താണ് വേണ്ടതെന്ന്. പിതാവേ, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുണ്ട് ഇതേമാതിരി പ്രാർത്ഥിച്ചിട്ട്? അകത്ത് എന്താ കാണുന്നത്? ഒരു അന്ധകാരം കാണുന്നുണ്ടോ? അന്ധകാരം കാണുമ്പോൾ പേടിയാവോ പിശാചാണെന്ന്? ഇതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടയ്ക്കുക. കതകടച്ചാൽ പിന്നെ ഇരുട്ടായി, ഒന്നും കാണാൻ പറ്റില്ല.
അങ്ങനെ ഒരവസ്ഥയാണ് നമ്മളിൽ ദൈവവും നമ്മളുമായിട്ടുള്ളത്. ഇവിടുത്തെ ഇരുട്ട് എന്ന് പറയുന്നത് പൈശാചികതയുടെയോ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അന്ധകാരമല്ല, വിശ്വാസത്തിൻ്റെ ഇരുട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താ വിശ്വാസം എന്ന് പറയുന്നത്? കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. ദൈവത്തിനെ നമുക്ക് കാണാമോ? ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഈശോ തന്നെ ചിത്രമായിട്ടൊക്കെ നമ്മൾ ഈശോയെ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈശോ വസിക്കുന്നത് ഒരു ചിത്രമായിട്ടാണോ? ആണോ? അല്ല. അതാണ് ഈശോ സമരിയക്കാരിയോട് പറഞ്ഞത്, യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. യഥാർത്ഥ ആരാധകർ എങ്ങനെ ആരാധിക്കും? ആത്മാവിൽ ആരാധിക്കും. അത് വിശ്വാസമാണ്. എഫേസോസുകാർക്ക് ഇത് ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. എഫേസോസ് 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വഴി വസിക്കുന്നതിനും, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വഴി വസിക്കുന്നതിനും. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വഴി വസിക്കുമ്പോൾ, വിശ്വാസമാണ് അവിടെ, ആളെ കാണാൻ പറ്റില്ല. നമ്മുടെ വിശ്വാസത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ആളവിടെ ഉണ്ട്. ഏതുപോലെ ഇപ്പം നമ്മളുടെ ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും കിടക്കുന്നു, കാണാൻ പറ്റുന്നില്ല, ഇരുട്ടാണ്. പക്ഷെ നമുക്കറിയാം ആളവിടെ ഉണ്ട്. അവിടെ ആള് ശരീരമുണ്ട്, പക്ഷേ ആ ശരീരമില്ലാത്ത ഒരു അരൂപിയായിട്ടുള്ള വ്യക്തിയാണ് ദൈവം. ഇതാണ് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ട ഒരു ഉയർച്ച. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ വളരണമെങ്കിൽ വ്യത്യസ്തമായ ചില പ്രാർത്ഥനാ രീതികൾ നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രാർത്ഥനാ രീതികളിൽ വ്യത്യാസമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ബൈ ദ ബൈ, ഇന്ന് രാവിലെ 4 മണിക്ക് എത്ര പേര് എണീറ്റു? വെരി ഗുഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എന്താ സംഭവിച്ചത്? നിങ്ങളെ തോമസ് പോൾ ഉണർത്തുന്നതായിട്ട് തോന്നിയോ? അതോ ഒരു ശബ്ദം ഉയർത്തുന്നതായിട്ടോ ആരോ ഉണർത്തിയതായിട്ട് തോന്നിയോ? അതിനു മുമ്പ് പലതവണ എണീറ്റു. ഞാനും പലതവണ എണീറ്റു കേട്ടോ വാസ്തവത്തിൽ. എന്നാലും 3:45 ഞാൻ പെട്ടെന്ന് ചാടിയിട്ടിട്ട്, ദൈവമേ എവിടെ 3:45 ചാടിയിട്ട് ഞാൻ ഉദ്ദേശിച്ച് സമയം പോയിന്ന് അയച്ചു നോക്കിയപ്പോൾ 3:45 ഓ, സമാധാനമായി. എന്നിട്ട് പിന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങളങ്ങ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതൊരു പുതിയ പ്രാർത്ഥനാ രീതിയാണ്. ഇതിന് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു ഉൾക്കാഴ്ചകളും പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്താൻ തുടങ്ങും. നമ്മൾ വെളുപ്പിനെണിറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്, അതാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ, ഈശോ പ്രാർത്ഥിച്ചു എങ്ങനെയാ? അവൻ പ്രഭാതമാകുന്നതിന് മുൻപ് ഉണർന്ന് ഒരു വിജന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞേ അല്ലേ? ബിഫോർ ഡോൺ, ഹി ഗോട്ട് അപ്പ് ബിഫോർ ഡോൺ. എനിവേ, അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യണവർക്ക് എളുപ്പമാണ് അല്ലേ? അപ്പൊ അവിടെ അതോടൊപ്പം ഒരു നമ്മൾ മനസ്സിലാക്കി, ജ്ഞാനം വാതുക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. അവൾ ജ്ഞാനം വാതുക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. അപ്പൊ നമ്മളുടെ ഈ പ്രാർത്ഥനാ രീതികളിൽ ഭയങ്കര രസമാണ്. നമ്മൾ കുറെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഈ കപ്പിൽ വെള്ളം നിറഞ്ഞാലല്ലേ ഇതിനകത്തുനിന്ന് വെള്ളം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ വെള്ളം നിറയാതെ നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കണേ? അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, അഥവാ നമ്മൾ രാവിലെ തന്നെ കരുണക്കൊന്ത
ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ആർക്കു വേണ്ടി? ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. അതുപോലെ തന്നെ കൊന്തയും ചെല്ലുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയാണത്. അത് ചെല്ലണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇത് മനസ്സിലാകണം, ഈ കൊന്ത ചെല്ലുമ്പോൾ നമ്മളിൽ നിന്നും ശക്തി ലോകത്തിലേക്ക് ഒഴുകും എന്ന് മനസ്സിലാക്കണം. നമ്മളിൽ നിന്നുള്ള ശക്തി ലോകത്തിലേക്ക് ഒഴുകണമെങ്കിൽ എന്തു വേണം? നമ്മളിൽ ഈ ശക്തി വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നിറയണം. ഒരിക്കലും ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ബ്രദർ, എന്നോട് മാതാവ് പറഞ്ഞു 33 കൊന്തയല്ലാൻ ഒരു ദിവസം. അങ്ങനെ ഞാൻ ചൊല്ലിയിട്ട് അങ്ങ് തളർന്നു പോകാൻ എനിക്ക് പറ്റണില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നീ മാതാവിനോട് ചോദിക്കേണ്ടതായിരുന്നില്ലേ? ഇതാണ് ചിലർ സന്ദേശം ഇങ്ങോട്ട് കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ടും സംസാരിക്കാം. ഇങ്ങോട്ടൊരു സന്ദേശം കിട്ടിയാൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേറെ ആരുടെ പോകേണ്ട ആവശ്യമില്ല. മാതാവ് സന്ദേശം തന്നു, ഔസപിതാവ് സന്ദേശം തന്നു, കർത്താവ് പരിശുദ്ധാത്മാവ് തന്നെങ്കിൽ അവരോട് തന്നെ നമുക്ക് തിരിച്ച് ചോദിക്കാം. അപ്പം ഞാനിവരോട് പറഞ്ഞു, നീ ഒരു പണി, ഒരു കൊന്ത ആദ്യം നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. അവരോട് വേറെ പേഴ്സണൽ പേരെന്നൊക്കെ പറഞ്ഞാൽ അവരൊട്ടും മനസ്സിലാവില്ല. അപ്പൊ കൊന്തയുടെ തന്നെ ലാംഗ്വേജിൽ ഒരു കൊന്ത നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അയ്യോ, ഞാൻ അങ്ങനെ സങ്കുചിതമായിട്ട് എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കില്ല, എനിക്ക് വേണ്ടി ഒന്നും വേണ്ട, ഞാൻ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പൊ ഇതാണ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം. നമുക്ക് വേണ്ടി നമ്മളിൽ, അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളിൽ ഉപ്പുണ്ടാകണം, നിങ്ങളിൽ ഉപ്പ് ഉണ്ടാകണം, നിങ്ങളിൽ പുളിപ്പുണ്ടാകണം. നിങ്ങളിൽ ഉപ്പില്ലാതെ മറ്റുള്ളവർക്ക് എങ്ങനെ ഉപ്പ് കൊടുക്കും? ഞാൻ പറഞ്ഞു, നീ ഒരു ദിവസം ഒരു ട്രയലായിട്ട് ഒരു കൊന്ത നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് 10 കൊന്ത മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നടത്തിയിട്ട് വീണ്ടും ഒരു കൊന്ത, പിന്നെ 10 കൊന്ത, വീണ്ടും ഒരു കൊന്ത, പിന്നെ 10 കൊന്ത. അതാണ് 33ന്റെ കണക്കെന്ന് പറഞ്ഞു. ആഹാ, എന്നാ ഒന്ന് നോക്കട്ടെ, ഒരു ദിവസം നോക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ വൈകുന്നേരം ആവുന്നവരിക്കും ഭയങ്കര ഫ്രഷാണ്, ഒരു തളർച്ചയില്ല. അപ്പൊ ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്താലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്ന പോലെ നമ്മളിൽ ആദ്യം വ്യക്തിപരമായി, ശരിക്കും പറയുകയാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മുടെ പേഴ്സൺ നമ്മളിൽ നിറയണം. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന. അപ്പൊ കൊന്ത ചെല്ലുന്ന രാവിലെ തന്നെ എണീറ്റ് കൊന്ത ചെല്ലുന്നതിന് പകരം കൊന്ത ചെല്ലിയോ 1 മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിച്ച് നമ്മുടെ ആത്മാവ് നിറഞ്ഞ് ജ്വലിച്ച് നിന്നിട്ട് പിന്നെ കൊന്തയും മറ്റു മധ്യസ്ഥ പ്രാർത്ഥനകളും ഞാൻ പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ജ്ഞാനം നൽകണമേ, വെളിപാട് നൽകണമേ, വരദാനങ്ങൾ നൽകണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ.